ഇന്നത്തെ യാത്ര ഗുണ്ടൽപേട്ടയിലേക്കാണ് കേട്ടോ. പോകുന്ന പോക്കിന് കുറേ കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ ആസ്വദിച്ചിരുന്ന് ഞാൻ പോവുകയാണ് കേട്ടോ. പക്ഷേ കുറേ കാടും മലയും അല്ലാതെ വേറെ ഒന്നും എനിക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കാട്ടിലൂടെയുള്ളൊരു യാത്ര അത് വേറൊരു സുഖം തന്നെയായിരുന്നു കേട്ടോ. വല്ല മാനിനെയോ കടുവേനെയോ പുലിനെയോ എന്തിനെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ ആകെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഒറ്റക്കൊമ്പനെയാണ് കേട്ടോ. അതിൻ്റെ സന്തോഷം വേറെ തന്നെയായിരുന്നു. ഇത് പിന്നെ പൊൻകുഴി അമ്പലമാണ് കേട്ടോ. ഇവിടെ അധികം വാവിനാണ് ആൾക്കാരുണ്ടാവുക കേട്ടോ. അങ്ങനെ നമ്മളിതാ മുത്തങ്ങ ബോർഡർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഫുൾ കാടാണ് കേട്ടോ. ഇവിടെയാണ് നമ്മളിതാ ഒറ്റക്കൊമ്പനെ കണ്ടിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കാട്ടാനേനെ നേരിട്ട് കാണുന്നത്. ഇനി നമ്മൾ കുറേ ദൂരം ഇതുപോലുള്ള കാട്ടിലൂടെ സഞ്ചരിച്ച് വേണം കർണാടകയിലേക്ക് എത്താൻ കേട്ടോ. അതിൻ്റെ മുമ്പ് തന്നെ എൻ്റെ വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കർണാടക ബോർഡർ താണ്ടി ഇതാ കർണാടകയിലെത്തി. കർണാടകയിൽ പാടും തന്നെ ഇതാ നല്ല പൂപ്പാടങ്ങളാണ് കേട്ടോ കാണാൻ പറ്റിയത്. സൂര്യകാന്തിൻ്റെ അടുത്ത് പോയി നിന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ കയറി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ എന്ത് വേണമെങ്കിലും പറ്റൂ കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു ചെണ്ടുമല്ലീൻ്റെ അടുത്ത് നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ തപ്പി നടന്ന് അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ. മലയാളിയുടെ ഹോട്ടലിൽ തന്നെയായിരുന്നു കേട്ടോ കിട്ടിയത്. പക്ഷേ ഇവിടുത്തെ ഫുഡ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനും ദിവമോളും നെയ്ച്ചോറും ബീഫ് വരട്ടിയതാണ് കേട്ടോ പറഞ്ഞത്. അവൾ അച്ഛന് സദ്യ അല്ലല്ലോ വെറുംചോറും മീൻകറിയൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ കുറച്ച് പച്ചക്കറി എല്ലാം വാങ്ങി. പിന്നെ നമ്മളിത് നമ്പിക്കൊല്ലി എത്തിയപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ. പിന്നെ നമ്മൾ വയലോരത്ത് കയറി. വയലോരം കള്ളിശപ്പ് ഇട്ട് അവിടെ കയറിയിട്ട് അവിടുത്തെ നല്ല കപ്പയും ബീഫ് വരട്ടിയതും കൂടി അടിച്ചു കൂട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ കയറി ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു വൈബ്, അത് പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് വായിൽ ഇപ്പോഴും വെള്ളം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നല്ല കട്ടയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല നാടൻ തെങ്ങിൻ്റെ കള്ളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിവിടെ പ്ലേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ബൈ.